ലൈഫ് ഭവന പദ്ധതി കേന്ദ്ര പദ്ധതിയാണെന്ന നുണപ്രചാരണം കണക്കുകൾ നിരത്തി തുറന്നുകാട്ടി മുഖ്യമന്ത്രി. പദ്ധതിക്ക് വേണ്ടി ഇതുവരെ 21,000 കോടി രൂപ ചിലവഴിച്ചപ്പോൾ 2,300 കോടി മാത്രമാണ് കേന്ദ്ര ഫണ്ടായി ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിച്ച ഏക സംസ്ഥാനമാണ് കേരളമെന്നും കണ്ണൂരിൽ തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിയെക്കുറിച്ച് ബോധപൂർവം തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാവങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയാണ് ലൈഫ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി. ചെറിയ വിഹിതം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഫണ്ടായി നൽകുന്നത്. ഇതുവരെ 21,000 കോടി രൂപ ചിലവഴിച്ചപ്പോൾ 2,300 കോടി രൂപ മാത്രമാണ് കേന്ദ്ര ഫണ്ടായി ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിക്കായി ഇതേവരെ കേരളത്തിൽ ചെലവഴിച്ചത് 21,000 കോടിയോളം രൂപയാണ്. 21,000 കോടി രൂപ മൊത്തമായി ചെലവഴിച്ചിരിക്കുന്നു. ആ തുക അതിൽ കേന്ദ്ര ഫണ്ടായിട്ട് വന്നിട്ടുള്ളത് 2,300 കോടി രൂപ മാത്രമാണ്. ചില പ്രചരണങ്ങൾ നാട്ടിൽ തെറ്റായ രീതിയിൽ വരുന്നതുകൊണ്ടാണ് ഈ കണക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതൊന്നും സംസ്ഥാനം ചെയ്യുന്ന കാര്യമല്ല, കേന്ദ്രം ചെയ്യുന്നതാണ് എന്ന തെറ്റായൊരു പ്രചരണം നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ വിഹിതം നോക്കിയാൽ 21,000-ൽ 2,300 കേന്ദ്രത്തിൻ്റെ പങ്ക് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ബാധ്യതയും സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്രം. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിച്ച സംസ്ഥാനമെന്ന ഖ്യാതിയും കേരളത്തിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ MV ഗോവിന്ദൻ മാസ്റ്റർ, M വിജിൻ, KV സുമേഷ്, V ശിവദാസൻ MP, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.